പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ TVS ഇലക്ട്രോണിക്സിന്റെ ന്യൂ മോഡൽ ഡോട്ട് മാട്രിക്സ് പ്രിന്ററായ TVS-E MSP270 ക്ലാസിക് എന്ന പ്രിന്ററിന്റെ ഡ്രൈവർ എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം എന്നതിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. വീഡിയോ കാണുമ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. ഏതെങ്കിലും ഒരു ബ്രൗസർ ഓപ്പൺ ചെയ്യുക. അവിടെ ഗൂഗിളിൻ്റെ ഹോം പേജ് എടുത്തതിന് ശേഷം അവിടെ ടൈപ്പ് ചെയ്യുക TVS-E MSP270 ക്ലാസിക് പ്ലസ് ഡ്രൈവർ എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക. അപ്പോൾ നമുക്ക് കുറേ വെബ്സൈറ്റുകൾ കാണാൻ സാധിക്കും. അവിടെ ഫസ്റ്റ് തന്നെ TVS ഇന്ത്യയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് നമുക്കിവിടെ കാണാൻ കഴിയുന്നതാണ്. ജസ്റ്റ് അതൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ആ വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ആയി വരും. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യുക. വെബ്സൈറ്റ് ഓപ്പണായി വന്ന ഈ താഴോട്ട് വരുന്ന സമയത്ത് ഇവിടെ ഡൗൺലോഡ്സ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ രണ്ട് ഓപ്ഷൻ കാണാം. ബ്രൗസറും ഉണ്ടാവും, അതേപോലെ ഡ്രൈവറും ഉണ്ടാവും. അതിൽ ആ ഡ്രൈവറിൻ്റെ അവിടെ ജസ്റ്റ് താഴെ കാണുന്ന പേരിൻ്റെ അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. അതോടുകൂടി നമുക്ക് ആവശ്യമുള്ള ഫയൽ ഡൗൺലോഡിങ് ആവുന്നതാണ്. ഏകദേശം ഡൗൺലോഡിങ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജസ്റ്റ് ആ ഡൗൺലോഡ് ചെയ്ത ഫയലിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇതേപോലെ എക്സ്ട്രാക്റ്റിങ് ചോദിച്ചു വരും. ജസ്റ്റ് എക്സ്ട്രാക്റ്റിൻ്റെ ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇവിടെ താഴെ ഒരു ഫോൾഡർ കാണാം. അത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. അതിൽ സെറ്റപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. രണ്ടാമതായിട്ട് കണ്ടില്ലേ? ജസ്റ്റ് അതൊന്ന് ഡബിൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇൻസ്റ്റാളേഷൻ സോഫ്റ്റ്വെയർ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ജസ്റ്റ് അതിൽ നമ്മൾ ആ മോഡൽ കൺഫേം ചെയ്യാൻ വേണ്ടി ജസ്റ്റ് ഓക്കെ എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ USB കണക്ട് ചെയ്യാനാണ് പറയുന്നത്. അപ്പം നമ്മൾ കമ്പ്യൂട്ടറും പ്രിൻ്ററും നമ്മൾ USB കേബിൾ വഴി കണക്ട് ചെയ്യുക. ഞാൻ ഈ വീഡിയോയിൽ USB വഴിയുള്ളതാണ് കണക്ഷൻ പറയുന്നത്. അപ്പോൾ അത് കണക്ട് ചെയ്യുക. അത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സോഫ്റ്റ്വെയർ തന്നെ ഓട്ടോമാറ്റിക് ഡിറ്റക്റ്റഡ് ആയി എന്നുള്ള മെസ്സേജ് വരുന്നതാണ്. കണ്ടില്ലേ? അപ്പോൾ ഇൻസ്റ്റാളേഷൻ ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ചെയ്യാനുള്ളത് നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഫയൽ ഓപ്പൺ ചെയ്താണ്ട് പ്രിൻറ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ അതിനു വേണ്ടി സാമ്പിളിന് ചെക്ക് ചെയ്യാൻ വേണ്ടി ജസ്റ്റ് കൺട്രോൾ പാനൽ ഡിവൈസസ് ആൻഡ് പ്രിൻറ്റേഴ്സ് ഓപ്പൺ ചെയ്തു. എൻ്റെ കമ്പ്യൂട്ടറിൽ കുറേ പ്രിൻ്റർ കണക്ട് ചെയ്തുകൊണ്ടാണ് ഇവിടെ കുറേ ലിസ്റ്റുകൾ കാണിക്കുന്നത്. ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അൺസ്പെസിഫൈഡിലാണ് ഇപ്പോൾ ഉള്ളത്. കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ജസ്റ്റ് സിസ്റ്റം ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യുകയോ ചെയ്യാം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ഡിറ്റക്റ്റ് ആവുന്നതാണ്. ഇനി കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഏകദേശം ഡിറ്റക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഡിറ്റക്റ്റ് ആയി വന്ന് കണ്ടില്ലേ? ഓക്കെ, ഇനി അതിൻ്റെ അവിടെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അതിൽ ജസ്റ്റ് പ്രിൻ്റർ പ്രോപ്പർട്ടീസ് പോയതിന് ശേഷം ഈ പ്രിൻ്റ് ടെസ്റ്റ് പേജ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ പ്രിൻറ്റ് ചെയ്ത് വരുന്നത് കാണാൻ കഴിയും. ഒരു ടെസ്റ്റ് പേജ് ഞാൻ വീഡിയോയിൽ കാണിച്ചു തരാം. അതെ, പ്രിൻറ്റിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ചെയ്ത പ്രോസസ്സിംഗ് എല്ലാം കംപ്ലീറ്റഡ് ആണ് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഇതേപോലെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക.
താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.